കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ വളരെയധികം എബ്രായ ലേഖനം 11 അധ്യായം ചിന്തിച്ചു കഴിഞ്ഞു. അതിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് സവിശേഷമായ ആത്മീയ ചിന്തകളാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. തിരുസന്നിധി എന്നുള്ള എപ്പിസോഡ് എന്റെ വാത്സല്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഓരോ പ്രഭാതത്തിലും കേൾക്കേണ്ടുന്ന വളരെ അനിവാര്യമായ സന്ദേശങ്ങളാണ് അനുവാചകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം നാം കേൾക്കുന്ന ഈ ഷോർട്ട് മെസ്സേജുകൾ തുറമാനമായി ഇങ്ങനെ നാം പറയുമ്പോൾ അതിന്റെ ആത്മീയ വെളിപ്പാടുകളും വളരെ മാർമികമായ സത്യങ്ങളും വചനത്തിന്റെ വെളിപ്പാടുകളും ഒക്കെ ഒരിക്കലും അവസാനിക്കാത്ത പോലെ നാം കുഴിക്കുന്തോറും വീണ്ടും ഉറഞ്ഞുറഞ്ഞു വരുന്ന ആഴമേറിയ ആത്മീയ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഈ ദിവസങ്ങൾ നാം എന്താണെന്ന് കേട്ട് കഴിഞ്ഞു. അബ്രഹാമിനെ കുറിച്ചൊരു പഠനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നാം ഒത്തിരി വചന വെളിപ്പാടുകൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ പഠനം വീണ്ടും അത് മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസത്താൽ മോശയെ കുറിച്ച് 23-ാമത്തെ വാക്യം. അവിടെ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ തന്റെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. പ്രതികൂലങ്ങളുടെയും ആശയേറ്റ സാഹചര്യങ്ങളുടെയും കഠിനമായ പീഡനങ്ങളുടെയും നടുവിൽ ദൈവിക ദൃഷ്ടിയിലൂടെ പ്രതീക്ഷാ നിർഭരമായ ദർശനവും കാഴ്ചപ്പാടും ഈ മാതാപിതാക്കൾ പ്രാപിച്ചതിനാൽ ഭയം വിട്ട് അവർ വളരെ ധീരരായി ഈ ശിശുവിനെ ഒളിപ്പിച്ചു വെച്ചു. യഥാർത്ഥത്തിൽ ഒരു ജനത്തിന്റെ ഭാവിയെ ശോഭനമാക്കുവാൻ ഉതകുന്ന ശക്തമായ ചില ചുവടുകളും ഒരിക്കലും അധൈര്യപ്പെട്ടു പോകാതെ മുൻപോട്ട് പോവാൻ അവർ കാണിച്ച ധീരോദത്തമായ കാൽച്ചുവടുകൾ അതൊരു സാഹസ്യമാണ്. വിശ്വാസത്തിൽ ഇപ്രകാരം ചെയ്യാൻ കഴിയുമെന്ന് മോശയുടെ മാതാപിതാക്കൾ നമ്മോട് സാക്ഷ്യം പറയുന്നു. ഇനി മോശയെ സംബന്ധിച്ച് എന്താണെന്ന് അടുത്ത വാക്യങ്ങളാണെന്നു. അത് വിശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. മാതാപിതാക്കൾക്ക് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടാണ്. ഈ ശിശുവിനെ കണ്ടപ്പോൾ ആ ശിശുവിനുള്ള ഒരു ഭാവം, ചൈതന്യം, സൗന്ദര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനനത്തിൽ തന്നെ ഈ ശിശു ഹീസ് എ പ്രോപ്പർ ചൈൽഡ്. അവൻ അതിനുതകും. ഏതിന്? നാളുകളിൽ ഈ ജനത്തിന് നായകനായി, വീണ്ടെടുപ്പുകാരനായി, നേതാവായി, നയിക്കുന്നവനായി ഒരു തലമുറയെ നടത്തുവാൻ ഈ കുഞ്ഞിനെ ദൈവം ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ വെള്ളത്തിലേക്ക് വലിച്ചെറിയേണ്ടതാണ് മോശ. ഈ വെള്ളത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മോശയുടെ സമപ്രായക്കാരായവർ ഒഴുകി പോവുകയാണ്. അവിടെയാണ് ഈ തീരുമാനത്തിലേക്ക് മോശയുടെ മാതാപിതാക്കൾ എത്തിയത്. അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്, ഒരു ദൈവിക ഇടപെടലുണ്ട്, ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട്. അവർ വിശ്വാസത്തിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചപ്പോൾ അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. കൊട്ടാരത്തിൽ മാത്രം നീരാജനം കഴിക്കുന്ന അല്ലെങ്കിൽ നാളുകളിലെ പട്ടമഹർഷി ഇന്ന് ഈ നദീതീരത്ത് പരിവാരങ്ങളുമായി കുളിക്കുവാൻ വന്നു. ഫറവോന്റെ പുത്രിയെ കൊട്ടാരത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ ചത്തൊഴുകുന്ന നീലനദിയുടെ തീരങ്ങളിലേക്ക് ദൈവം എത്തിച്ചു. അവിടുന്ന് ഈ കുഞ്ഞിനെ കണ്ടെത്തി കൊട്ടാരത്തിലേക്ക് എത്തി. ഏത് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടോ അതേ കൊട്ടാരത്തിൽ മോശ വളർന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നായകനെ ഇപ്പോൾ പാലൂട്ടി വളർത്തുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു സങ്കേതമായി ഫറവോന്റെ കൊട്ടാരം മാറി. പ്രിയമുള്ളവരെ, ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. സകലവും നന്മയ്ക്ക്. ദോഷമായിട്ട് ശത്രു ചെയ്യുന്നതൊക്കെ എന്റെ പ്രിയ സ്നേഹിതരെ നന്മയ്ക്കായി മാറും. ശത്രു അത് തിന്മയ്ക്കായി ചെയ്താലും അതിനെ നന്മയാക്കി തീർക്കും. ആ തിന്മയെ നന്മയാക്കി തീർക്കും. ദോഷത്തെ ഗുണമാക്കി തീർക്കും. നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കും. താഴ്ചകളെ ഉയർച്ചകളാക്കി തീർക്കുന്നു. പരാജയങ്ങളെ ജയമാക്കി തീർക്കും. മാറയെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കും. നാം എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? വിശ്വാസത്തിന്റെ ഈ കാഴ്ചപ്പാട് മോശയെ ഉന്നതനാക്കി തീർത്തു. യഥാർത്ഥത്തിൽ മോശയുടെ മാതാപിതാക്കൾ എടുത്ത ഈ ഒരു ഫേം ഡിസിഷൻ, ധൈര്യപൂർവമായ തീരുമാനം ഈ കുഞ്ഞിന്റെ ഭാവിയെ, അവന്റെ ഡെസ്റ്റിനിയെ നിർണ്ണയിക്കുവാൻ കാരണമായി. നമ്മൾ വിശ്വാസത്തിന് എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം നാളുകളിൽ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതായി. നമുക്കൊരു തീരുമാനമില്ല, നമുക്കൊരു ഭാവി, നമുക്കൊരു നിർണയമില്ല, അതുകൊണ്ട് നമുക്ക് നാളുകളിൽ ഒരു നേട്ടവുമില്ല. പ്രിയരെ, നിങ്ങൾ ദൈവവുമായി ഒരു ചുവട് വെക്കുമ്പോൾ അത് വിശ്വാസത്തോടും ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുള്ള ഒരു ചുവട് നാളുകളിൽ അത് അത്ഭുതങ്ങളായി മാറും. നിശ്ചയമായും പറയട്ടെ, അത് അത്ഭുതമായി മാറും. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണാത്ത മഹത്വത്തിലേക്ക്, ഒരു വലിയ അത്ഭുതത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ആ ചെറിയ ചുവടുകൾക്ക് കഴിയും. പ്രിയമുള്ളവരെ, മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം മോശയിലും വ്യാപരിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ ഒരു പങ്ക്, ഒരളവ് അടുത്ത തലമുറയിലും ഉണ്ട് എന്ന് ബൈബിൾ അസംതൃപ്തമായി വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. തിമോഥെയോസോട് പൗലോസ് പറഞ്ഞു, നിന്റെ ഈ വിശ്വാസം നിന്റെ വലിയമേലും ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ട്, അത് നിന്നിലുമുണ്ട്. ആയതിനാൽ പ്രിയരെ, വിശ്വാസം പകരപ്പെടുന്നതാണ്. തലമുറകളായി വിശ്വാസം കൈമാറുന്നതാണ്. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം ഈ ശിശുവായ മോശയിലേക്കും വ്യാപരിച്ചു. കാരണം ഈ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തി വിശ്വാസത്തിന്റെ ഒരു ആക്ഷനാണ്. വേണമെങ്കിൽ അവർക്ക് ഈ കുട്ടിയെ നശിപ്പിച്ചു കളയാം, ഒഴിവാക്കാം, എന്നതൊക്കെ ഇല്ലാതാക്കാം. പക്ഷേ ഇവനിൽ ഒരു വീണ്ടെടുപ്പുകാരനെ അവർ കണ്ടു. ഹന്ന ശമൂവേലിൽ ഒരു പുരോഹിതനെ കണ്ടു, ഒരു പ്രവാചകനെ കണ്ടു, അപ്പോൾ തന്നെ ഒരു ന്യായാധിപനെ കണ്ടു. എന്നാണ് ഇതിന്റെ തെളിവ്. അതിന് ഉത്തമ ഉദാഹരണമാണ് 3 വയസ്സ് വരെയും ഹന്നയോട് കൂടാണ് ശമൂവേൽ വളർന്നത്. അതിനുശേഷമാണ് ആലയത്തിലേക്ക് എന്നേക്കുമായി കടിഞ്ഞൂലുകളൊക്കെയും ദൈവത്തിന് വിശുദ്ധമാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എന്ന രീതിയിൽ ഈ പൈതലിനെ ഏലിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ശമൂവേൽ ബാലന്റെ കയ്യിൽ ഈ അമ്മ കൊടുത്തുവിട്ടത് ഒരു പശുക്കിടാവിനെ. അപ്പോൾ തന്നെ ഒരു പറ മാവ്, ഒരു തുരുത്തി വീഞ്ഞ്. ഈ പശുക്കിടാവ് യാഗത്തെ പ്രതിനിധീകരിക്കും. അത് പുരോഹിതനെ കാണിക്കുന്നു.
മാവ് പ്രവാചകനുമായി ബന്ധപ്പെട്ടത്. പ്രവാചകൻ കലത്തിലെ മാവുമായിട്ട് ഇടപെടുന്നു. വീഞ്ഞ് രാജാവിനെ, രാജ്യത്വത്തെ, ന്യായാധിപനെ കാണിക്കും. ഒരമ്മയുടെ ചെറിയ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി. പിന്നത്തേതിൽ ശമൂവേൽ വളർന്നപ്പോൾ ഒരേ സമയത്ത് പുരോഹിതനും പ്രവാചകനും ആ തലമുറയിലെ ന്യായാധിപനുമായി മാറി. ഇവിടെയും അതുപോലെ മോശയുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാട്. മോശ പലതും തെരഞ്ഞെടുക്കുവാൻ പിന്നത്തേതിൽ ഇടയാക്കി. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ്? ദൈവത്തിൽ ജനത്തോടുള്ള കഷ്ടത താൻ തെരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ നിരസിച്ചു. ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചു. അടുത്തത് ചില കാര്യങ്ങൾ എണ്ണണമെങ്കിൽ മറ്റെന്തോ താൻ കണ്ടു. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. അതിനേക്കാൾ വലുത് ക്രിസ്തുവിന്റെ ധനമാണ്. ക്രിസ്തുവിന് നിന്നെയാണ് വലിയ ധനം എന്ന് താൻ എണ്ണി. നമുക്കിതിങ്ങനെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ ഒരു പകർച്ച, ഒരു ഒഴുക്ക്, ഒരു വ്യാപാരം അടുത്ത തലമുറയിലേക്ക് ഉണ്ടായി, മോശയിലേക്കുണ്ടായി. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ തലമുറയുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ എന്ത് അവർക്ക് നൽകുന്നു അതായിരിക്കും അവരുടെ മൂലധനം. നിങ്ങൾ ഈ ഭൗതിക ലോകത്തെ സ്വത്തും സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട വസ്തുവകൾ മാത്രം അവർക്ക് നൽകുന്നുവെങ്കിൽ അതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകും. കാലപ്പഴക്കത്താൽ അതൊക്കെ ജീർണിച്ചു പോകും, പഴകിപ്പോകും, അതിന്റെ വിലകൾ കുറയും. അതൊന്നും എക്കാലത്ത് നിലനിൽക്കുന്നതല്ല. പക്ഷെ മോശം തിരഞ്ഞെടുത്തത് എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്. താൻ വേണ്ടെന്ന് വെച്ചത് പാപത്തിന്റെ സുഖങ്ങളും അതിന്റെ താല്പര്യങ്ങളും. പാപം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് പാപം വേണ്ട, പാപത്തിന്റെ താല്പര്യങ്ങൾ തനിക്ക് നിഷിദ്ധമാണെന്ന് താൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടത താൻ തിരഞ്ഞെടുത്തു. ആരും കഷ്ടതകൾ തിരഞ്ഞെടുക്കാറില്ല. അതിൽ നിന്ന് ഓടി ഒളിക്കണമെന്നും കുറുക്കുവഴി കണ്ടെത്തുന്നവരും അതിനെയൊക്കെ അവഗണിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. മോശ ദൈവജനത്തോടുകൂടിയുള്ള കഷ്ടത തിരഞ്ഞെടുത്തു. പ്രതിഫലങ്ങൾ നോക്കിയാൽ നേട്ടങ്ങളും വിജയങ്ങൾക്കും ഒത്തിരി ലാഭങ്ങൾക്കും വലിയ പെരുമയ്ക്കും പ്രശസ്തിക്കും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഫറവോന്റെ പുത്രിയുടെ മകൻ പിന്നത്തേതിൽ സർവ്വസൈന്യാധിപനായോ അല്ലെങ്കിൽ അടുത്ത ഫറവോനായിട്ടോ ഒക്കെ മാറാനുള്ള വലിയ സാധ്യതകളെല്ലാം താൻ അവഗണിച്ചു, വേണ്ടാന്ന് വെച്ചു. അപ്പോൾ തന്നെ തനിക്ക് ന്യായമായി ലഭിക്കേണ്ട മിസ്രൈമിലെ നിക്ഷേപങ്ങൾ, ഈ ലോകത്തിന്റെ സമ്പത്ത്, അതിനേക്കാൾ വലുത് താൻ ക്രിസ്തുവിനെ നിന്നെയാണ്. ക്രിസ്തുവിന് നിന്ന എന്ന് പറയുന്നത് ക്രൂശാണ്. ആ ക്രൂശിൽ കൂടിയുള്ള ദൈവമഹത്വം താൻ മിസ്രൈമിലെ കൊട്ടാരത്തിൽ വെച്ച് കണ്ടു. ഇത്രയും കാര്യങ്ങൾ താൻ കണ്ടതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ തനിക്ക് വിടുവാൻ ഒട്ടും വൈമനസ്യമുണ്ടായി. പ്രിയമുള്ളവരെ, നാം എന്ത് കാണുന്നു? നമുക്കത് കണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ വിടുവാൻ കഴിയൂ. അബ്രഹാം തേജവനായ ദൈവത്തിന്റെ വെളിപ്പാട് കണ്ടപ്പോൾ കൽദയ ദേശം വിട്ടു. ശൗൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വലിയ വെളിച്ചം കണ്ടപ്പോൾ തന്റെ അധികാരത്തെയും സൈനിക സംഘത്തിലെ അംഗത്വത്തെയും തനിക്ക് ന്യായമായി ലഭിച്ചിരുന്ന എല്ലാ പദവികളെയും വിട്ട് താൻ ക്രിസ്തുവിന് പിന്നാലെ താൻ ഇറങ്ങിത്തിരിച്ചു. പത്രോസ് പടകും വലയും തൊഴിലും മീനും കടലും എല്ലാം വിട്ട് അതിനേക്കാൾ വലുത് എന്തോ കണ്ടതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുവാൻ തനിക്കൊരു മടിയും ഉണ്ടായി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പിന്നത്തേതിൽ തനിക്ക് ഇനിയും ചിലതോടെ കാണുവാനും കിട്ടുവാനും അറിയുവാനും അനുഭവിക്കുവാനും താൻ വീണ്ടും എല്ലാം വിട്ടുകൊണ്ടേയിരുന്നു. ലാഭമായിരുന്നു നോക്കി. ലാഭം വേണ്ടെന്ന് വെച്ചാൽ അതിൽ പിന്നെ മുതലും നമ്മുടെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ സകലത്തെ ഉപേക്ഷിക്കുവാൻ, സകലത്തെ ഛേദമെന്ന് എണ്ണുവാൻ, നഷ്ടപ്പെടുത്തും താൻ തയ്യാറായി. ഇതാണ് മോശയ്ക്ക് സംഭവിച്ചത്. മോശയുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ മോശ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത്. അത് ഭാവിയിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് കാരണമായി.